ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ മെഷീൻ ഹബിലാണുള്ളത്, നമ്മുടെ ഷോറൂമിലാണ്. ഇന്ന് നിങ്ങളെ ഞാൻ അടിപൊളി ഒരു മെഷീനാണ് പരിചയപ്പെടുന്നത്. വെജിറ്റബിൾ കട്ടറാണ് പരിചയപ്പെടുന്നത്. നമുക്കിപ്പോൾ വീട്ടിലും അതേപോലെ തന്നെ ഹോട്ടലുകളിലൊക്കെ സലാഡിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞൻ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അത് നമുക്ക് സലാഡിനുള്ള രീതിയിലും അതുപോലെ തന്നെ കറികളിലേക്കായാലും നമുക്ക് സ്ലൈസ് ചെയ്ത് അരിയുന്ന രീതിയിലും പലതരത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. രണ്ട് ടൈപ്പ് കട്ടിംഗ് വീല് സംഭവങ്ങളൊക്കെ നമ്മുടെ മെഷീനിൽ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും കുഞ്ഞൻ മെഷീൻ വെജിറ്റബിൾ കട്ടറിൽ വരുന്നത്. 1.5 HP മോട്ടറിൽ വരുന്ന മെഷീനാണ്. ഇനി ഇതിന്റെ തന്നെ വലിയ മെഷീൻസും നമ്മുടെ മെഷീൻ ഹബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ തന്നെ കപ്പ, ഇങ്ങനെയുള്ള നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളൊന്ന് കപ്പ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല സ്ലൈസ് ആക്കി കട്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇതോടെ വെച്ച് കൊടുക്കാം. കപ്പ നമ്മുടെ അടുത്ത് ഇനി ഒരു കഷ്ണം ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ അതായത് ഇങ്ങനെ മെഷീൻ ഓൾറെഡി ഇപ്പോൾ പ്ലഗ് ഇൻ ചെയ്ത് മെഷീൻ ഓണിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓണിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ജസ്റ്റ് അത് ഇവിടെ നമ്മൾ ഈ സംഭവം ഇട്ട് ഒന്ന് അമർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പോടെ സ്ലൈസായി വരുന്ന കൂടെ കാണാം. അപ്പോൾ കപ്പ മൊത്തം നമ്മുടെ കട്ടായി കഴിഞ്ഞു. നമ്മുടെ അടുത്ത് കുറച്ച് കപ്പ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ഒരു കഷ്ണം ക്യാരറ്റ് എടുത്തേക്കാണ്. ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് നോക്കാം. നമ്മൾ വീണ്ടും മെഷീൻ ഓണാക്കി കൊടുത്തു. ഇതവിടെ നമ്മൾ മോളിൽ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് കട്ടായി വരുന്ന കൂടെ കാണാം. എന്ത് ഈസി ആയിട്ട് ക്യാരറ്റ് കട്ടായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ വെജിറ്റബിൾ കട്ടറിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് ടൈപ്പ് കട്ടിംഗ് വീലാണ് വരുന്നത്. ഒന്ന് ഇതുപോലെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യാനുള്ളതും ഒന്ന് ഇതുപോലെ നമുക്ക് സലാഡിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള കട്ടിംഗ് വീലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇതിൽ നമുക്ക് നമ്മുടെ സലാഡിന് വേണ്ടി കട്ട് ചെയ്യുന്ന കട്ടിംഗ് വീല് നമുക്ക് കുറച്ച് ബീട്രൂട്ട് എങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നമുക്ക് ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. ഈ മെഷീനിൽ ജസ്റ്റ് ഒന്ന് മോളിയുടെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിലൊരു ലോക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത്. ഒന്ന് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോക്കായി കഴിഞ്ഞു ഓൾറെഡി. ഇനി ഈ ഒരു സംഭവം നമ്മൾ മോളിൽ കൂടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഇതേപോലെ ഈ ഒരു സംഭവം വെച്ച് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ലോക്കായി കഴിഞ്ഞു. അപ്പോൾ മെഷീൻ ഓൾറെഡി ഓൺലൈൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് എങ്ങനെ നമുക്ക് സലാഡിന് വേണ്ടിയുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. മെഷീൻ ഓൾറെഡി ഓണാണ്. നമ്മളിവിടെ ഓണാക്കി കൊടുത്തു. മെഷീൻ ഓണായി. നമ്മൾ ഇതിൽ കൂടി ഇട്ടിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബീട്രൂട്ട് കട്ടായി വരുന്നത് കാണാം. ഇപ്പോൾ ബീട്രൂട്ട് കട്ടായി കിട്ടിയിരിക്കുന്നത് നോക്കിയാൽ നല്ല സലാഡിലേക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമുക്ക് കട്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ രണ്ട് രീതിയിലുള്ള കട്ടിങ് വീലും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇത് 1.5 HP മോട്ടറിന്റെ വെജിറ്റബിൾ കട്ടറാണ്. നമുക്കിത് മാത്രമല്ല ഇതിനേക്കാൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷീൻസ് നമ്മുടെ വെജിറ്റബിൾ കട്ടറിൽ നമുക്ക് മെഷീൻ ഹബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള എന്ത് മെഷീൻസിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും.